ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ. ഞാൻ ഇപ്പോൾ ഇതാ എവിടെയെന്ന് മനസ്സിലായോ? ഇവരുടെ കൂടെ ഉണ്ട് ഒരു തലവണ്ണട്ടാ ഇവിടെ കിടക്കുക. അവരുടെ കൂടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റായി വൃത്തിയായി സമാധാനത്തിൽ ഇരിക്കുക. ഇതാ ഇവിടുന്ന് നമ്മുടെ പുത്തിരി, ഇത് നമ്മുടെ ഡേസി മോള്, നമ്മുടെ ചിണ്ടൻ പേടിയോടെ നോക്കിക്കൊണ്ട് വരും. ഭയങ്കര പേടിയാ. അതാ പുതിയ ആള്, നമ്മളെ കണ്ണാണത്തെ ആ കുട്ടി. അവനും കണ്ണാണത്താനുള്ള പേടിയാ. സംഭവം എന്താന്ന് വെച്ചാല് പൂത്തിരി ഡേസിനെ ഇങ്ങോട്ട് കുറഞ്ഞ എന്താണെന്നറിയോ? ഡേസി നമ്മളെ ഇതാ കണ്ടില്ലേ, ആ കൂട്ടിലായിരുന്നു. അതിലെ കുനിഞ്ഞ് അവളെ എടുത്തിട്ട് മറിച്ച് വെച്ചിട്ട് ശരിക്കും ബാക്ക് പെയിൻ നല്ല വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇന്ന് തോന്നിയ ഐഡിയ തന്നെ, അവളെ അടുത്ത് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഷീറ്റിൽ, ഇത് നല്ല ഷീറ്റായിട്ട് ഇതിൽ അപ്പി മൂത്രക്കാലോ അത് നന്നായി വലിച്ചെടുക്കും. അപ്പൊ ഇവിടെ ആക്കിയിട്ട് പിന്നെ എന്നും ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തല്ലോ. ഇവിടെ ആകുമ്പോൾ എനിക്ക് ശരിക്കും മുട്ടുത്തി ഇരിക്കുക, ശരിക്കും കുനിഞ്ഞ് നിൽക്കുക, കുഴപ്പമില്ലാതെ നിൽക്കുക. അപ്പൊ അങ്ങനെ വിചാരിച്ചു. അപ്പൊ നമ്മൾ പൂത്തിരിനെ നമ്മള് ആ കുട്ടിക്ക് മാറ്റാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അവിടെ 3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവർക്ക് ആരൊക്കെയാണെന്നറിയോ? ഒന്ന് നമ്മുടെ ബാസി, അല്ല ആദ്യം ഇരിക്കുന്നത് നമ്മൾ ലോലിതൻ, ചങ്ങനകുളം ലോലിതൻ, മറ്റേത് മൂക്കുതൽ അലക്സാണ്ടർ, മറ്റേത് വളയംകുളം ബാസി. അവർ നിരന്നിരിക്കുകയാണ് 3 ആണുങ്ങൾ. ഞാനിവരെ 3 ആള് ബന്ധീകരിച്ചിട്ട് വിടാന്നാണ് പ്ലാന്. അതിൽ അലക്സാണ്ടർ ഏകദേശം ഓക്കെ ആയിരുന്നു. ഇനി ബാസിയുടെ ഒരു ചെറിയ വട്ടം കൂടി സെറ്റ് ആവുന്നുണ്ട്. എന്തെങ്കിലും അഭിപ്രായം? ബന്ധീകരിച്ച് വിടാം അല്ലെ? കുറെ പെൻഡിങ് കേസുകളുണ്ട്, ഒരുപാട് കേസുകളുണ്ട്, ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ല. ഇനി ബാസി അലക്സാണ്ടറൊക്കെ അവിടുന്ന് റിലീസ് ആയാലും നമുക്ക് വേറെ ആൾക്കാരോട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. നിങ്ങളുടെ ഈ സ്നേഹവും ഈ സപ്പോർട്ടും തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. നിങ്ങളുടെ ലൈഫിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഓരോ നിമിഷത്തിലും, എൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും എന്താ പറയാ, എല്ലാ ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സന്തോഷവും സമ്പൽ സമൃദ്ധികളും ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും വന്നു ചേരട്ടെ. ഇപ്പൊ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് വേണ്ടി പ്രപഞ്ച ശക്തികളോട് നിങ്ങൾ നന്ദി പറയുക. അതേപോലെ ഇനി വരാൻ പോകുന്ന സന്തോഷങ്ങൾക്കും സമ്പൽ സമൃദ്ധികൾക്കും ഐശ്വര്യങ്ങൾക്കും പ്രപഞ്ച ശക്തികളോട് നന്ദി പറയാം. തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ബായ്, കാണാം.